മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഇഡിക്കെതിരെ വിമർശനം ഉന്നയിച്ച സുപ്രീം കോടതി സഞ്ജയ് സിംഗിനെതിരെ തെളിവോ പണമോ കണ്ടെത്താനായില്ലെന്നും വ്യക്തമാക്കി. അറസ്റ്റിലായി 6 മാസത്തിനു ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, സഞ്ജയ് സിംഗിനെതിരെ ഇപ്പോൾ തെളിവോ പണമോ കണ്ടെത്താനായിട്ടില്ല. ഇതേ കാര്യം തന്നെയാണ് ആം ആദ്മി പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ സഞ്ജയ് സിംഗിനെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ? കീർത്തന സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജയ് സിംഗിൽ നിന്നോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്നോ പോലും റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റേത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് എന്നുമാണ് ഈ ആം ആദ്മി പാർട്ടി കാലങ്ങളായി വിശദീകരിക്കുന്നത്. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സഞ്ജയ് സിംഗിൽ നിന്നും പണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തെളിവുകളോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായ ഒരു തീരുമാനമാണ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകുന്ന നേതാക്കളിൽ ആദ്യം ജാമ്യം ലഭിക്കുന്ന നേതാവായി സഞ്ജയ് സിംഗ് മാറിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയുടെയും തുടർ ജാമ്യം അടക്കമുള്ള നടപടികൾക്ക് ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്നതാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ ജാമ്യം എന്നുള്ളത്. നിലവിലെ ജാമ്യ വ്യവസ്ഥ എന്നാൽ അത് വിചാരണ കോടതി നിശ്ചയിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ സഞ്ജയ് സിംഗിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തടസ്സമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തില്ല എന്നുള്ളതും പ്രസക്തമാണ്. എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ ഈ കോടതി ഉത്തരവ് ഇറങ്ങിയ ശേഷം വിചാരണ കോടതി ജാമ്യ വ്യവസ്ഥകൾ പൂർത്തിയാക്കിയ ശേഷം, നിശ്ചയിച്ച ശേഷം സഞ്ജയ് സിംഗ് ജയിലിൽ നിന്നും പുറത്തിറങ്ങും. ആം ആദ്മിയുടെ പ്രചരണ രംഗങ്ങളിലടക്കം സജീവമാകാൻ അദ്ദേഹത്തിന് കഴിയുന്നതാണ് നിലവിലെ സാഹചര്യം. കീർത്തന, ശരി. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി MP സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.